നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നമ്മുടെ കരങ്ങളിലാണ്. ഇന്ത്യയുടെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും സർഗശേഷിയെയും നൂതനമായ ആശയങ്ങളെയും കണ്ടെത്തലുകളെയും ആശ്രയിച്ചിരിക്കുന്നു. പക്ഷെ ഇന്നത്തെ തലമുറ പല കെണികളിലും ചെന്ന് വീഴുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് ലഹരി ഉപയോഗവും അതിന്റെ ലഭ്യതയും ഒക്കെ. ഇതിന് നാം വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ലഹരി വിമുക്ത കേരളം എന്ന ആശയത്തോടെ നോ ടു ഡ്രഗ്സ് എന്ന വിപുലമായ ക്യാമ്പയിൻ സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നത്. ഒരു വ്യക്തിയെ ബാധിക്കുന്ന പ്രശ്നം എന്നതിനപ്പുറം ഒരു സാമൂഹിക ദുരന്തം എന്ന നിലയിൽ തന്നെ നമുക്ക് ലഹരിയോട് പോരാടാം. നമുക്ക് എല്ലാവർക്കും ലഹരിയോട് നോ പറയാം. കൂടാതെ നമുക്ക് DYSP നർക്കോട്ടിക് സെൽ ശ്രീ AJ തോമസ് സാർ പറയുന്ന സന്ദേശം കേൾക്കാം. പാലമ്പ്ര അസംഷൻ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് എൻ്റെ നല്ല നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ലഹരി സംബന്ധമായ നിയമങ്ങൾ വളരെ ശക്തവും ദൃഢവുമാണ്. എന്നാൽ കുട്ടികളായ നമുക്ക് പലർക്കും ഇതിനെക്കുറിച്ച് കാര്യമായ അറിവുണ്ടാവില്ല. അതിനാൽ ഇത് ഉപയോഗിക്കുന്നതോ കൈവശം വെക്കുന്നതോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതോ ഗുരുതരമായ നിയമലംഘനമാണെന്നും ജയിൽ ശിക്ഷ ലഭിക്കുന്നതാണെന്നും അറിവില്ലാതെ തന്നെ പലരും ഈ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നതായി നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മളോട് നമ്മുടെ സൗഹൃദ വലയത്തിലുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരോ ഒരു രസത്തിന് അല്ലെ ടൈം പാസിന് ഒന്ന് ഉപയോഗിച്ച് നോക്കാനായിട്ട് പലപ്പോഴും നിർബന്ധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പലരും ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇത് ആദ്യം ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഉപയോഗിക്കാനുള്ള വ്യഗ്രത കൂടിക്കൂടി വരും. അങ്ങനെ നമ്മൾ ഇത് ഉപയോഗിച്ച് ഇതിന് അടിമയായി തീരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഇതിന് അടിമയായി കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വിദ്യാർത്ഥികളായ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ലഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ പഠനമായിരിക്കണം. പഠിച്ച് ഉയർന്ന നിലയിൽ എത്തുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ജീവിത ലക്ഷ്യം. ദൈവം നമുക്ക് മനോഹരമായ ഒരു ജീവിതമാണ് തന്നിരിക്കുന്നത്. ആ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുവാൻ ഇതുപോലെ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിനും കുടുംബത്തിനും സമൂഹത്തിനും അത്യന്താപേക്ഷിതമാണ്. നമുക്ക് ലഭിച്ച ഈ ജീവിതം ഏറ്റവും മനോഹരമായി ജീവിക്കുക, ഏറ്റവും വലിയ വിജയത്തിന് വേണ്ടി സ്വപ്നം കാണുകയും ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുകയും ചെയ്യുക. ഒരിക്കലും നമ്മുടെ ജീവിതത്തിന്റെ വഴിയിൽ മയക്കുമരുന്നുകൾ പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഒരിക്കലും കടന്നു വരുവാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. നമ്മുടെ എത്ര അടുത്തുള്ള ആൾക്കാരായാലും സുഹൃത്തുക്കളായാലും അയൽപക്കത്തുള്ളവരാണെങ്കിലും ഇതൊരു രസത്തിന് അല്ലെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കാനായിട്ട് ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് അങ്ങനെ ആരെങ്കിലും നിങ്ങളെ നിർബന്ധിച്ചാൽ ഒരിക്കലും നിങ്ങൾ അതിന് വശംവദരാകാൻ പാടില്ല. നമുക്കറിയാം, ബൈബിളിൽ ഒരു കഥയുണ്ട്. പാമ്പ് വന്ന് ഹവ്വയോട് പറയും, തോട്ടത്തിന് നടുക്ക് നിൽക്കുന്ന മരത്തിലെ ദൈവം വിലക്കിയിരുന്ന ഫലം ഭക്ഷിക്കുവാനായിട്ട്. അപ്പൊ ആ പ്രലോഭനത്തില് ഹവ്വ ആ ഫലം കഴിക്കുകയും കഴിച്ചെന്ന് മാത്രമല്ല തൻ്റെ കൂട്ടുകാരനായ ആദത്തെ കൂടെ കഴിപ്പിക്കുകയും ചെയ്തെന്നാണ് ബൈബിള് പറയുന്നത്. അതുപോലെ തന്നെ ആണ് ഇത് ഉപയോഗിക്കുന്നവർക്ക് പലപ്പോഴും ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയില്ല. അങ്ങനെയുള്ളവര് തൻ്റെ ജീവിതം പോയി അതുകൊണ്ട് മറ്റുള്ളവരെ കൂടെ വഴി പിഴപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പലപ്പോഴും കുട്ടികളെ ഇങ്ങനെ ഈ ദൂഷിത വലയത്തിലേക്ക് പ്രലോഭിച്ച് കൊണ്ടുവരാറുണ്ട്. അത്തരം പ്രലോഭനങ്ങളിൽ നിന്നും അകന്നു നിൽക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നല്ല കുട്ടികളായി മാതാപിതാക്കൾക്കും അധ്യാപകർക്കും സമൂഹത്തിനും ഉത്തമ പൗരന്മാരായി വളരുവാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Vijayi